അവിടെ പോകരുത്, ഹേയ് അവിടെ പോകരുത്, അവിടെ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സെൻറ്റൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ആരാണ് റോഡ് നന്നാക്കുന്നത്? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസ് കൊണ്ടുവരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പാസീവ് വോയിസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പാസീവ് വോയിസിൽ സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. 2ാമത്തെ എപ്പിസോഡിൽ സിമ്പിൾ പാസ്റ്റ്, 3ാമത്തെ എപ്പിസോഡിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഇനി 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാസീവ് വോയിസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ ഫോർമുലയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഈസ്, ആം, ആർ, അതിൻ്റെ കൂടെ ബീങ്, ആ. ഇത് മറക്കരുത്. ഇത് വന്നില്ലെങ്കിൽ ഇതാണ് ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ്? പാസീവ് വോയിസിലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ബീങ് എന്ന് പറയുന്നത്. അത് മറക്കരുത്. അതിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം. നമുക്കറിയാലോ പാസീവ് വോയിസിൽ എപ്പോഴും വെർബ് തേർഡ് ഫോമാണ് വരാറുള്ളത്. വെർബ് തേർഡ് ഫോം. ഓക്കെ, ഇനി എന്താണ് അർത്ഥം? എന്തെങ്കിലും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇനി നമുക്ക് നമ്മുടെ 1ാമത്തെ ഉദാഹരണം നോക്കാം. അവിടെ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാണ് അവിടെ പോകരുത്, ഹേയ് അവിടെ പോകരുത്, അവിടെ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സെൻറ്റൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ആരാണ് റോഡ് നന്നാക്കുന്നത്? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസിൽ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ആരാണ് ചെയ്യുന്നത് അത് വ്യക്തമല്ല. ക്ലിയർ? അത് നോക്കാം. ഞാൻ പറയാണ് റോഡ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ദ റോഡ് ഈസ്, കാരണം റോഡ് എന്താണ്? സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചു. ദ റോഡ് ഈസ്, പിന്നെ ബീങ്, അത് മറക്കാൻ പാടില്ലല്ലോ, അതാണല്ലോ ഐഡന്റിഫിക്കേഷൻ എന്തിൻ്റെ? പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ. അപ്പോൾ ദ റോഡ് ഈസ് ബീങ്, നന്നാക്കുക, റിപ്പയർ, അതിന് തേർഡ് ഫോമാണ് റിപ്പയർഡ്. എന്തായി? ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ് ദയർ, അല്ലെങ്കിൽ ഓവർ ദയർ. ദയർ എന്ന് പറയാം അല്ലെങ്കിൽ ഓവർ ദയർ, രണ്ടും സെയിം ആണ്. ഓക്കെ, എന്ന് പറയാം ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ് ഓവർ ദയർ. സിമ്പിൾ അല്ലേ? 2ാമതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നിർമ്മിക്കുന്നത്? ഈ ഒരു സെൻറ്റൻസ് കേട്ടിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ആരാണ് നിർമ്മിക്കുന്നത്? ഇല്ല. അതുകൊണ്ട് പാസീവ് വോയിസ്. അപ്പോൾ ആദ്യം എ ബ്രിഡ്ജ്. ഓക്കെ, അതിൻ്റെ കൂടെ ഈസ് സിംഗുലർ, ബീങ് മറക്കരുത്. കൺസ്ട്രക്റ്റഡ് ഇൻ അവർ വില്ലേജ്. എന്തായി? എ ബ്രിഡ്ജ് ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ് ഇൻ അവർ വില്ലേജ്. എ ബ്രിഡ്ജ് ഈസ് ബീയിങ് കൺസ്ട്രക്റ്റഡ് ഇൻ അവർ വില്ലേജ് എന്നായി. ഓക്കെ, ആ ബീയിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തെറ്റാണ്. തെറ്റല്ല, പിന്നെ നേരെ സിമ്പിൾ പ്രസൻ്റായി മാറും. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ING ഫോം അല്ലേ? ING വരുന്ന അവിടെ ദ റോഡ് ഈസ് ബീയിങ്, ING വന്നു. കൺസ്ട്രക്റ്റഡ് വെർബ് തേർഡ് ഫോം. ഓക്കെ, ഇനി അടുത്താണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുന്നു, നിങ്ങളോട് പറയാണ് പെട്ടെന്ന് വാ, ഇവിടെ പെട്ടെന്ന് വാടൂ, പെട്ടെന്ന് വാ, ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, പെട്ടെന്ന് വാ, ഇപ്പോൾ കഴിയും, ഇപ്പോൾ കഴിയുമെന്ന് പറയണം. ഉണ്ടോ? അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ആര്? അതറിയില്ല, അത്ര അറിയുള്ളൂ. ഒരുപാട് സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇത്ര പറയേണ്ടതുള്ളൂ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, അത്ര പറയേണ്ടതുള്ളൂ. പാസീവ് വോയിസ് എന്ന് പറയാം. ആദ്യം എ ലോട്ട് ഓഫ് തിങ്സ്. എ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നർത്ഥം. എ ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് സാധനങ്ങൾ, പ്ലൂറൽ ഫോം ആണ്, ആർ ഉപയോഗിക്കും. ബീങ് മറക്കരുത്. സോൾഡ് ഓവർ ഹിയർ. എന്തായി? എ ലോട്ട് ഓഫ് തിങ്സ് ആർ ബീങ് സോൾഡ് ഹിയർ. എ ലോട്ട് ഓഫ് തിങ്സ് ആർ ബീങ് സോൾഡ് ഹിയർ അല്ലെങ്കിൽ ഓവർ ഹിയർ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിൽക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാണ് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു എടാ നീ അവിടെ എത്തിയോ, കല്യാണത്തിൽ എത്തിയോ? അപ്പോൾ നിങ്ങൾ പറയാണ് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സെൻറ്റൻസ് കേട്ടിട്ട് ആര് വിളമ്പുന്നു അറിയില്ല. പാസീവ് വോയിസ് പറയാം. യെസ്, ദ ഫുഡ് എന്താണ്? ദ ഫുഡ് ഈസ് ബീങ് സെർവ്ഡ്.
ദ ഫുഡ് ഈസ് ബീങ് സെർവ്ഡ്. ദ ഫുഡ് ഈസ് ബീങ് സെർവ്ഡ്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നു റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ലേ? ഇതിനൊന്നും ആവശ്യമില്ല. കാരണം ആരാണ് ചെയ്യുന്നത്? ഞാനാണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ നമ്മുടെ പഴയ സാധാ നോർമൽ സ്ട്രക്ചർ ഈസേമാറിൻ്റെ കൂടെ ING ഫോം, ഐ ആം ക്ലീനിങ് ദ റൂം. അത്രേ ഉള്ളൂ. ഐ ആം ക്ലീനിങ് ദ റൂം. എന്താ കാരണം? അവിടെ അറിയാം, അവിടെ ക്ലിയർ ആണ്, നമുക്കറിയാം ആരാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നോക്കൂ, ഇവിടെ നോക്കൂ, റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഞാനോ? അത് വേറെ ആരാണ്? ഈ ഒരു സെൻറ്റൻസിൽ ആരാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് വൈ വി ഹാവ് ടു റൈറ്റ് ദിസ് സെൻറ്റൻസ് ഇൻ പാസീവ്. എങ്ങനെ പറയാം? ആണോ? ദ റൂം ഈസ് ബീങ് ക്ലീൻഡ്. എന്താണ്? ദ റൂം ഈസ് ബീങ് ക്ലീൻഡ്. സിമ്പിൾ അല്ലേ? ദ റൂം ഈസ് ബീങ് ക്ലീൻഡ്. ഇനി അടുത്താണ്, ആണോ, അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അവനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ആരാണ് അവൻക്ക് ആരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? അതറിയില്ല. ഇത്ര അറിയുള്ളൂ. എന്ത്? അവൻക്ക് ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പം പറയാം യെസ് ഹീ. ഓക്കെ, ഇവിടെ ഹീ വന്നു. ഹീ ഈസ് ബീങ്, കേട്ടോ, ഹീ ഈസ് ബീങ് ട്രെയിൻഡ്. ഹീ ഈസ് ബീങ് ട്രെയിൻഡ്. ഇതാണ് അവനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവന് കേട്ടോ, അവന് പരിശീലനം, ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം ഇവിടെ. ഓക്കെ, അല്ലാതെ അവൻ വേറൊരാൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഹി ഈസ് ബീങ് ട്രെയിൻഡ്. അവന് ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമായി. ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാൻ കഴിയും. ഞാൻ പറയാണ്, ഹലോ, ഇപ്പോൾ എനിക്ക് വരാൻ കഴിയില്ല, കാരണം എൻ്റെ വീട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പറയേണ്ടുള്ളൂ. എൻ്റെ വീട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പെയിൻ്റ് അടിക്കുന്നത്? അതൊന്നും അറിയാം. ഈ ഒരു സെൻറ്റൻസ് അത് വ്യക്തമല്ലല്ലോ. എൻ്റെ വീട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ ഹൗസ് ഈസ് ബീങ് പെയിൻറ്റഡ്. എന്താണ്? മൈ ഹൗസ് ഈസ് ബീങ് പെയിൻറ്റഡ്. ഇനി ഞാൻ പറയാണ്, എൻ്റെ കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? വ്യക്തമല്ല. മൈ കാർ ഈസ് ബീങ് സർവീസ്ഡ്. മൈ കാർ ഈസ് ബീങ് സർവീസ്ഡ്. ഇനി ഞാൻ പറയാണ്, എൻ്റെ മൊബൈൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൊബൈൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. മൈ മൊബൈൽ ഈസ് ബീങ് റിപ്പയർഡ്. മൈ മൊബൈൽ ഈസ് ബീങ് റിപ്പയർഡ്. ഇനി ഞാൻ പറയാണ്, ഞാൻ എൻ്റെ മൊബൈൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അവിടെ പിന്നെ പാസീവൊന്നും ആവശ്യമില്ല. അവിടെ വ്യക്തമാണ്, ഞാനാണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാധാ നോർമൽ ആയിട്ടുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ സ്ട്രക്ചർ ഈസേമാറിൻ്റെ കൂടെ ING ഫോം, ഐ ആം റിപ്പയറിങ് മൈ മൊബൈൽ. എന്താണ്? ഐ ആം റിപ്പയറിങ് മൈ മൊബൈൽ. കാരണം നമുക്കറിയാം ആരാണ് ചെയ്യുന്നത് അല്ലേ? ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. ഓക്കെ, താങ്ക് യു എവരിവൺ.